ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഇവിടെ നമ്മളെ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചില്ലേ? കമ്പ്യൂട്ടർ എങ്ങനെയാണ് വന്നത്, അനലിറ്റിക്കൽ എഞ്ചിൻ, ഡിഫറൻസ് എഞ്ചിന്, അങ്ങനെയുള്ള കാര്യങ്ങളെ ഒക്കെ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. കമ്പ്യൂട്ടറിന്റെ തലമുറകൾ പഠിച്ചു, ജനറേഷൻസ് പഠിച്ചു കേട്ടോ, ജനറേഷൻസ് പഠിച്ചു. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ബുക്കോ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നോക്കുന്ന സമയത്ത് നമ്മളെ കുറെ കാര്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിലെ മെറ്റീരിയൽസ് തയ്യാറാക്കുന്നത്. ഇനി അത് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. അതേ ഞാനോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഒക്കെ ആയിട്ട് റിപ്ലൈ തരും. നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കഷനോട് കൂടിയിട്ട് പഠിക്കാം കേട്ടോ. ഓരോ ടോപ്പിക് കഴിയുമ്പോഴും അതിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കാത്തതായിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്യാം. എക്സാം ഈ കോഴ്സ് കഴിഞ്ഞ അവസാനം നമ്മൾ അത് ചെയ്യും. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും കോഴ്സിന് അവസാനത്തെ. ഓക്കെ, അപ്പൊ ഏരിയ വൈസ് നമുക്ക് എന്ത് ചെയ്യാം? ഗ്രൂപ്പിലും കൂടി ഡിസ്കഷൻ ചെയ്യാം. മെമ്മറിയുടെയും വലിപ്പത്തിന്റെയും അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറുകളെ പലതായി തരംതിരിക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ തരംതിരിക്കാം. ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്തൊക്കെയാണ്? മെമ്മറിയുടെയും വലിപ്പത്തിന്റെയും വേഗതയുടെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറിനെ പലതായി തരംതിരിക്കാം. മൈക്രോ കമ്പ്യൂട്ടർ നമ്മൾ സാധാരണ കണ്ടാൽ തന്നെ അറിയാം, പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ സെറ്റപ്പ് ആണുള്ളത് അല്ലേ? യെസ്, മൈക്രോ കമ്പ്യൂട്ടർ. പിന്നെ വലിപ്പം കുറച്ചുകൂടി സ്പീഡും കൂടും, മിനി കമ്പ്യൂട്ടർ. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ നമുക്ക് ജനറൽ പർപ്പസിന് ആവശ്യമുള്ളതല്ല, അതുകൊണ്ട് തന്നെ വല്ലാണ്ട് കേട്ട് പരിചയമില്ല അല്ലെ. എന്നാൽ സൂപ്പർ കമ്പ്യൂട്ടർ കേട്ട് പരിചയമുണ്ടേ. യെസ്, എന്താണ്? സൈസും സ്പീഡും കൂടുന്നതിനനുസരിച്ച്. ഓക്കെ, സൈസ് വലിയതായതുകൊണ്ട് തന്നെ ഇതൊന്നും നമുക്ക് എന്തല്ല, കോമ്പാറ്റബിലിറ്റി ഇല്ല, നമുക്കേ ഉപയോഗിക്കാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ കേട്ടിട്ടുണ്ട്, അതൊന്നും നമ്മൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല അല്ലെ. പക്ഷെ സൂപ്പർ കമ്പ്യൂട്ടർ എന്താണ്? സാധാരണ കാണുന്ന കമ്പ്യൂട്ടർ അത്രയല്ല, വലിപ്പം കൂടുതലായിരിക്കും, സ്പീഡും കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോ കമ്പ്യൂട്ടറിനെ നമുക്ക് എന്ത് ചെയ്യാം? പലതായി തരംതിരിക്കാം. ഇതിന്റെ ഇടയിൽ പിന്നെ ലാപ്ടോപ്പ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോ മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആൻഡ് സൂപ്പർ കമ്പ്യൂട്ടർ. ലെറ്റ്സ് ഗോ, ഓരോന്ന് നോക്കാം. എന്താ നോക്കാം? അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് അത് നോക്കാം. അവസാനം സൂപ്പർ കമ്പ്യൂട്ടർ വിശദമായിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, പോവാം. യെസ്, സൗണ്ട് കൂടുതൽ എടുക്കണമെങ്കിൽ പറയണം, നിങ്ങളെ സൗണ്ട് കുറയ്ക്കാൻ പറയണേ, എന്നെ കൊണ്ട് അത് പറ്റുന്നില്ല. മൈക്രോ കമ്പ്യൂട്ടേഴ്സ് വേഗതയുടെയും സ്റ്റോറേജ് ശേഷിയുടെ അടിസ്ഥാനത്തിലും ഏറ്റവും താഴേക്കിടയിലുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതിൽ വരുന്നു? ഈ പറയുന്ന മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്നു കേട്ടോ. വേഗതയുടെയും സ്റ്റോറേജ് ശേഷിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും താഴെയുള്ള കമ്പ്യൂട്ടർ ആണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ നമുക്ക് ക്ലിയർ ആണ് അല്ലെ. ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ എന്നത് ഒരു 8-ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പായിരുന്നു. മൈക്രോ കമ്പ്യൂട്ടറുകൾ പിന്നീട് 16 ബിറ്റ് 32 ബിറ്റ് ചിപ്പുകളിലേക്ക് മാറി. വലിയ പോയിന്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. മൈക്രോ കമ്പ്യൂട്ടറുകളുടെ ഏറ്റവും മികച്ച ഉദാഹരണം പേഴ്സണൽ കമ്പ്യൂട്ടറുകളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന IBM-ന്റെയോ ഡെല്ലിന്റെയോ ഒക്കെയുള്ള കമ്പ്യൂട്ടേഴ്സ് പേഴ്സണൽ കമ്പ്യൂട്ടറുകളാണ് മൈക്രോ കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണം. അത് ആദ്യം വന്നത് എന്താണ്? ഒരു 8-ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പ് രൂപത്തിലായിരുന്നു മൈക്രോ കമ്പ്യൂട്ടറിന്റെ തുടക്കം. അതായത് മൈക്രോ കമ്പ്യൂട്ടറിൽ കേട്ടോ, ആദ്യം മൈക്രോ കമ്പ്യൂട്ടറിനുള്ളിൽ ഒരു 8-ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പായിരുന്നു ഉപയോഗിച്ചത്. പിന്നെ മൈക്രോ കമ്പ്യൂട്ടറിന്റെ അത് 16 ബിറ്റായി 32 ബിറ്റായി 64 ബിറ്റ് ഒക്കെ ആയി പിന്നീട് മാറി കേട്ടോ. 64 ബിറ്റ് ചിപ്പുകളിലേക്കൊക്കെ ആയിട്ട് പിന്നീട് മാറി. ഓക്കെ, അത് നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടാൻ വേണ്ടി ആദ്യം വളരെ ചെറിയ കാര്യങ്ങളെ പ്രോസസ് ചെയ്യാനേ ഉപയോഗിച്ചിരുന്നുള്ളൂ, പിന്നീട് അതിന്റെ കപ്പാസിറ്റി മാറി എന്നുള്ളതേ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഏറ്റവും ചെറിയ കമ്പ്യൂട്ടർ ആണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പഠിച്ചു വെക്കാം. വേഗതയുടെ കാര്യത്തിലും ചെറുതാണ് മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പഠിച്ചു വെക്കാം. പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് ഇതിനൊരു ബെസ്റ്റ് ഉദാഹരണം എന്നുള്ള കാര്യവും മനസ്സിലാക്കി കൊടുക്കാം കേട്ടോ. യെസ്, ഓക്കെ. ഇനി എന്താ മിനി കമ്പ്യൂട്ടർ? ഒരേ സമയം ഒന്നിൽ കൂടുതൽ യൂസേഴ്സിനെ ഉപയോഗിക്കാൻ സാധ്യമാവുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് ഇത് മിനി കമ്പ്യൂട്ടർ. മൈക്രോ കമ്പ്യൂട്ടർ പേഴ്സണൽ കമ്പ്യൂട്ടർ ആയതുകൊണ്ട് തന്നെ ഒരു സമയം ഒരാൾക്കേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ പോയിന്റ് കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എഴുതി വെക്കാം. ഒരു സമയം ഒരാൾക്ക്.
ഓക്കെ, ഒരു സമയം ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മൈക്രോ കമ്പ്യൂട്ടർ. മിനി കമ്പ്യൂട്ടർ ആകുമ്പോൾ എന്തായി, ഒരു സമയം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് മിനി കമ്പ്യൂട്ടർ കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ജനറേഷൻസ് എന്ന് പറയുന്നത് എന്ത് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് എന്നതിനനുസരിച്ചാണ് ക്ലാസിഫിക്കേഷൻ. ഇവിടെയോ വലിപ്പത്തിന്റെയും വേഗതയുടെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത് കേട്ടോ. മൈക്രോ കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് ഇവയ്ക്ക് കൂടുതൽ സ്റ്റോറേജ് ശേഷിയും വേഗതയും കൂടുതലാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മൾട്ടി യൂസർ സിസ്റ്റങ്ങളിൽ മിനി കമ്പ്യൂട്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. ലാൻ കണക്ഷൻ സെർവർ ആയിട്ടും, അതായത് ലാൻ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയയിലുള്ള കണക്ഷൻ അല്ലേ, പല കമ്പ്യൂട്ടറുകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവുമല്ലോ, അതായിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന മിനി കമ്പ്യൂട്ടറെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ലാൻ കണക്ഷനുകളിൽ സെർവർ ആയിട്ടും എന്ത് ഉപയോഗിക്കാറുണ്ട്, സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡാറ്റയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതായിട്ടും ഏത് ഉപയോഗിക്കാറുണ്ട്, ഈ പറയുന്ന മിനി കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് പഠിച്ച് വെക്കാം കേട്ടോ. മിനി കമ്പ്യൂട്ടർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക കേട്ടോ. യെസ്, ഇനിയും നമ്മുടെ എന്താ പറയാ, അപ്പോ ഏറ്റവും ചെറുതാണ് ഏത്, മൈക്രോ കമ്പ്യൂട്ടർ. പിന്നെ പേഴ്സണൽ കമ്പ്യൂട്ടർ അതിന് ഉദാഹരണമാണ് എന്ന് നമ്മൾ പഠിച്ചു. ഒരേ സമയം ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി മിനി ആണെങ്കിൽ ഒരു സമയം ഒന്നിൽ കൂടുതൽ യൂസർ സാധ്യമാക്കുന്നതാണ് ഏത്, മിനി കമ്പ്യൂട്ടർ. പിന്നെ സ്റ്റോറേജ് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതലാണ്, വലുപ്പവും കൂടുതലാണ്. പിന്നെ ലാൻ കണക്ഷനിൽ സെർവർ ആയിട്ടും ഏത് യൂസ് ചെയ്യാറുണ്ട്, മിനി കമ്പ്യൂട്ടർ യൂസ് ചെയ്യാറുണ്ട്. മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറാണ് ഇത്. എന്താണ് മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് കേട്ടോ, മിഡ് റേഞ്ച് കമ്പ്യൂട്ടേഴ്സ് എന്നറിയപ്പെടുന്നു. യെസ്. ഇനി നമ്മൾ ഇന്നലെ പഠിപ്പിച്ചില്ലേ, PDP ഒക്കെ പഠിച്ചില്ലേ, PDP വന്നത് PDP എന്ന് പറയുന്ന സിസ്റ്റം, PDP 1 ഒക്കെ വന്നത് മിനി കമ്പ്യൂട്ടറിലാണ് കേട്ടോ. യെസ്, എന്തായിരുന്നു, പ്രോഗ്രാംഡ് ഡാറ്റ പ്രീ പ്രോസസർ അല്ലെ, പ്രോഗ്രാംഡ് ഡാറ്റ പ്രീ പ്രോസസർ. PDP വന്നത് മിനി കമ്പ്യൂട്ടറിൽ വന്ന ഒരു കമ്പ്യൂട്ടർ ആണ് PDP. പക്ഷെ ഇതൊന്നും നമ്മൾ കേട്ട് പരിചയം ഉപയോഗിക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വലിപ്പം കൂടുതലാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. ആവശ്യമുള്ളതല്ലേ നമ്മൾ കേട്ട് പരിചയം ഉണ്ടാവുള്ളൂ കേട്ടോ. യെസ്. അപ്പോ മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുത്, സൈസും ചെറുത്, സ്പീഡും ചെറുത്. പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്നു. നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ അതിൽ തന്നെ നമുക്ക് ഉൾപ്പെടുത്തി പറയാൻ പറ്റുന്നതാണ് കേട്ടോ. ലാപ്ടോപ്പ് ഒക്കെ അതിൽ ഉൾപ്പെടുത്തി പറയാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കിവിടെ പറയേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇവിടെ നമുക്ക് ഒന്നും കൂടി നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയണം. ആരാ, എഡ്വേർഡ് റോബർട്ട്. നമ്മൾ പഠിച്ചതാണ്, എഡ്വേർഡ് റോബർട്ട് ആണ് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. ഓക്കെ, യെസ്. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്, എഡ്വേർഡ് റോബർട്ട് എന്ന് പഠിച്ചു വെക്കാം. ഇനി ഒരു അഡീഷണൽ പോയിന്റ്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആദ്യമായി വന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണെന്ന് അറിയാമോ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വന്നത്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, വന്ന പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്റൽ കമ്പനിയുടെ ക്ലാസ്മേറ്റ് എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറാണ് കേട്ടോ. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി വന്ന ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്റൽ കമ്പനി നിർമ്മിച്ച ക്ലാസ്മേറ്റ് ആണ് എന്ന് പഠിച്ചു വെക്കാം. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എഡ്വേർഡ് റോബർട്ട് എന്ന് പഠിച്ചു വെക്കാം. പിന്നെ എല്ലാ കമ്പനിയുടെയും IBM-ന്റെയും ഡെല്ലിന്റെ ഒക്കെ കമ്പ്യൂട്ടറുകൾ മൈക്രോ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വിഭാഗത്തിലുണ്ട് അല്ലെ. അത് ചെറുതാണ്, അതിന്റെ സ്പീഡും കുറവാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. യെസ്, ഓക്കെ. എഡ്വാർഡ് ഹെൻറി റോബോട്ട് എന്നുള്ളതാണ് ഫുൾ പേര് കേട്ടോ. ഓക്കെ, എഡ്വാർഡ് ഹെൻറി ഹെൻറി എഡ്വാർഡ് റോബോട്ട് കേട്ടോ, ഹെൻറി എഡ്വാർഡ് റോബോട്ട്. അതായിരിക്കും നിങ്ങൾ ഹെൻറി റോബോട്ട് എന്ന് കണ്ടിട്ടുള്ളത്. ശരിക്കും പേര് റോബോട്ട് ആണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാവുമ്പോ ഹെൻറി എഡ്വാർഡ് റോബോട്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഹെൻറി എഡ്വാർഡ് റോബോട്ട് പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ്. പേഴ്സണൽ കമ്പ്യൂട്ടർ മൈക്രോ കമ്പ്യൂട്ടറിൽ വരുന്നു. പിന്നെ ഒരേ സമയം ഒന്നിലധികം ആളുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന, സ്റ്റോറേജും വലുപ്പവും കുറച്ചു കൂടിയ, പിന്നെ ലാൻ കണക്ഷനിൽ സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കപ്പാസിറ്റി കൂടിയ കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെ, അതൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മിനി കമ്പ്യൂട്ടർ എന്ന് പഠിച്ചു നോക്കാം. PDP കമ്പ്യൂട്ടേഴ്സ് വന്നത് ഈ പറയുന്ന മിനി സ്ട്രീമിലാണ് എന്ന പോയിന്റ് എന്ത് ചെയ്യാം,
ചെയ്ത് കേട്ടോ. യെസ്, ഓക്കെ. PDP 1 ഉം 2 ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ PDP 8 പഠിക്കാൻ കാരണം അതേ സക്സസ് ആയിട്ടുള്ളൂ. PDP 8 ആണ് ഫസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള മിനി കമ്പ്യൂട്ടർ. നമ്മൾ ഇന്നലെ PDP 8 അല്ലേ പഠിച്ചേ കേട്ടോ. സക്സസ്ഫുൾ ആയിട്ടുള്ള മിനി കമ്പ്യൂട്ടർ ആണ് PDP 8. ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എഴുതിയാൽ നല്ലതാണ്. അപ്പോ മൈക്രോയും മിനിയും സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ഇനി മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിലേക്ക് പോകുമ്പോൾ ഇത്തരം കമ്പ്യൂട്ടറുകളിൽ പൊതുവെ 32 ബിറ്റ് കമ്പ്യൂട്ടർ ആയിരിക്കും വളരെ വേഗതയേറിയതും വളരെയധികം സ്റ്റോറേജ് ഉള്ളതും ഒരുപാട് ആളുകളുടെ ജോലിഭാരം കുറയ്ക്കാൻ സാധിക്കുന്നതുമായ കമ്പ്യൂട്ടറാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. മെയിൻ ഫ്രെയിം വളരെ വലിപ്പം കൂടിയതും അതുപോലെ തന്നെ യെസ്, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് വലിയ വലിയ വർക്ക് സ്റ്റേഷനുകളിലാണ്, റെയിൽവേ സ്റ്റേഷൻസ്, ബാങ്കുകൾ, ഇതിലൊക്കെയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആവശ്യമുള്ളൂ കേട്ടോ. സെൻട്രലൈസ്ഡ് ഡാറ്റാബേസുകളാണ് പൊതുവെ ഉപയോഗിക്കുന്നത്. അതായത് പലയിടത്തു നിന്നുള്ള ഡാറ്റാസ് ഒന്നിച്ചു വന്നിട്ടൊക്കെ പ്രോസസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ കമ്പ്യൂട്ടർ ബാങ്കിങ്ങും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിന് വലിപ്പം കൂടുതലായിരിക്കും, കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്കുകളിൽ കൺട്രോളിംഗ് നോഡുകളായിട്ട് ഇത് ഉപയോഗിക്കുന്നു. നമ്മൾ നേരത്തെ മിനി പഠിച്ച എന്താണ്, ലാൻ, ഒരു ഓഫീസോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ലാൻ കണക്ഷനില് സെർവർ ആയിട്ട് ഉപയോഗിക്കും മിനി കമ്പ്യൂട്ടർ. ഇനി മെയിൻ ഫ്രെയിമോ വാനില് കൺട്രോളിംഗ് നോഡുകളായിട്ട്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും വിചാരിക്കും, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്കില് എന്താണ്, യെസ് അതെ, വൈഡ് ഏരിയ നെറ്റ്വർക്കുകളെ കൺട്രോളിംഗ് നോഡുകളായിട്ട് ഉപയോഗിക്കും കേട്ടോ. കൺട്രോളിംഗ് നോഡുകളായിട്ട് ഈ കമ്പ്യൂട്ടറുകളെ ഉപയോഗിക്കുന്നു. യെസ്, ഏത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. പ്രത്യേകിച്ചും ബാങ്കുകൾ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകളെ ടെർമിനലായ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തോ പിസിയോ വർക്ക് സ്റ്റേഷൻ ആയോ, വർക്ക് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. ഇതിലെ കമ്പ്യൂട്ടേഴ്സിനെ എന്ത് വിളിക്കുന്നു, വർക്ക് സ്റ്റേഷൻ എന്ന് വിളിക്കുന്നു. പ്രത്യേകിച്ചും ബാങ്കിങ് സെക്ടറിലെ, റെയിൽവേ ഡിവിഷൻസിലെ, അതായത് സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് ആക്സസ് ഉള്ള കാര്യങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. കുറച്ചും കൂടെ കപ്പാസിറ്റി കൂടിയതായതുകൊണ്ട് തന്നെ കൺട്രോളിംഗ് നോഡായിട്ടും ഉപയോഗിക്കുന്നു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ്. മിനിയും മെയിൻ ഫ്രെയിമും നമ്മൾ കണ്ടും കേട്ടും പരിചയമില്ല, കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. യെസ്, അപ്പോ ഒരു ഓഫീസ് പർപ്പസിലൊക്കെയാണ് മിനി കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിനൊന്നും പകരമായിട്ട് അതൊന്നും വലിയ മിനി കമ്പ്യൂട്ടർ ഒന്നും ഉപയോഗിക്കില്ല ആരും. സാധാരണ കുറച്ച് കപ്പാസിറ്റി കൂടിയ PC ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും നമ്മള്. യെസ്, അപ്പോ മൈക്രോ പേഴ്സണൽ ആവശ്യത്തിന് കുറച്ച് ആളുകളുടെ കൂട്ടത്തിലാണ് മിനി ആവശ്യമുള്ളത്. ഇനി സെൻട്രലൈസ്ഡ് ഡാറ്റാബേസും കൺട്രോളിംഗ് നോഡൊക്കെ ആവശ്യമുള്ളിടത്താണ് ഏത് ആവശ്യമുള്ളത്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആവശ്യമുള്ളത്. സെറ്റ് അല്ലേ? റെയിൽവേ, ബാങ്കിങ്. യെസ്, മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ ടെർമിനലുകളോ ഒരു നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിട്ടുള്ള PCയോ വർക്ക് സ്റ്റേഷൻ, അതായത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, വർക്ക് സ്റ്റേഷൻ എന്ന് വിളിക്കും കേട്ടോ. എന്താണ് വർക്ക് സ്റ്റേഷൻ? വർക്ക് സ്റ്റേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണെന്ന് പഠിക്കണേ, മാർക്ക് 1 എന്ന് പഠിച്ചു കേട്ടോ. മാർക്ക് 1 ആണ് ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അതും ആ കൂട്ടത്തിലേക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. IBM ആണ് അത് വികസിപ്പിച്ചത്. മാർക്ക് 1 ആണ് ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന പോയിന്റ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ PDP 8 ഫസ്റ്റ് സക്സസ്ഫുൾ മിനി കമ്പ്യൂട്ടർ ആണെന്ന് നമ്മൾ പഠിച്ചു. മാർക്ക് 1 എന്ന് പറയുന്നത് ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണ്. മാർക്ക് കേട്ടോ, മാർക്ക് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണ് എന്ന് പഠിച്ചു. IBM ഡെവലപ്പ് ചെയ്ത. യെസ്, അപ്പൊ ഓക്കെ, 32 ബിറ്റ്, അവിടെ 8 ബിറ്റ് തുടങ്ങി 16 ബിറ്റ് ആയി, 32 ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞത്. പക്ഷെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് 32 ബിറ്റ് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കപ്പാസിറ്റി കൂടുതലാണ്, വളരെ വേഗത കൂടിയതാണ്, സ്റ്റോറേജ് കൂടിയതാണ്, ഒരുപാട് ആളുകളുടെ ജോലിഭാരം കുറയ്ക്കാൻ പറ്റും. ഡാറ്റാബേസ് കൺട്രോളിംഗ് നോഡായിട്ട് വാനിൽ വർക്ക് സ്റ്റേഷൻ എന്നറിയപ്പെടുന്നു. മാർക്ക് 1 ആണ് ആദ്യത്തെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. IBM ആണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ അതൊക്കെ അല്ലേ, സെറ്റ് അല്ലേ? മൈക്രോ കമ്പ്യൂട്ടർ, മിനി കമ്പ്യൂട്ടർ ആൻഡ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? പറഞ്ഞേ ഏതെങ്കിലും കാണാനുണ്ടോ? വരൂല്ലേ? ഉണ്ട്, കുറച്ചു പേരൊക്കെ ഉണ്ടല്ലോ അല്ലേ?
യെസ്. ആ ഇനി പാം ടോപ്പും ലാപ്ടോപ്പും ജസ്റ്റ് ഒന്ന് പറയുന്നു. പാം ടോപ്പും ലാപ്ടോപ്പും നമുക്ക് എന്തില്ല മൈക്രോ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് കേട്ടോ. മൈക്രോ കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് പാം ടോപ്പും ലാപ്ടോപ്പും. ലാപ്ടോപ്പുകളെ അപേക്ഷിച്ച് അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ലാപ്ടോപ്പ് നോക്കാം. ഓക്കെ, മടിയിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്നതും കൊണ്ട് നടക്കാൻ പറ്റുന്നതുമായ PC ആണ് ലാപ്ടോപ്പ്. എല്ലാവർക്കും അറിയൂടെ, മൈക്രോ കമ്പ്യൂട്ടർ ആണ് കേട്ടോ. ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഉൾപ്പെടുന്ന കൂടുതൽ സംവിധാനങ്ങൾ കീബോർഡ്, ഡിസ്പ്ലേ, പിന്നെ പോയിന്റിംഗ് ഡിവൈസ്, ടച്ച് പാഡ്, ട്രാക്ക് ബാള് എന്നിവയൊക്കെ ബാറ്ററി എന്നിവ ഇതൊക്കെ എന്താണ് ഒരു ഉപകരണത്തിലേക്ക് മാറ്റുന്നത്. അതായത് ലാപ്ടോപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊണ്ടു നടക്കാൻ പറ്റുന്ന ഉപകരണമാണ്. ഇതൊക്കെ അതിനകത്തുണ്ട് അല്ലെ. റീചാർജ് ചെയ്യാവുന്ന ബാറ്ററി ഉണ്ടെങ്കിൽ നേരെ കറണ്ടിലേക്ക് കണക്ട് ചെയ്ത് റീചാർജ് ചെയ്ത് ഏകദേശം 2-3 മണിക്കൂറേ വരെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇതാണല്ലോ ലാപ്ടോപ്പ് അല്ലെ. അത് മൈക്രോ കമ്പ്യൂട്ടറിന്റെ ഒരു വിഭാഗമാണ്. അതെന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, ലാപ്ടോപ്പ്. ഓക്കെ, ഇനി ലാപ്ടോപ്പിനേക്കാൾ ചെറുതായിട്ടുള്ള ഉപകരണമാണ് പാം ടോപ്പ് കേട്ടോ. പാം ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാബിന്റെ അതല്ല, കുറച്ചും കൂടി വലുതുള്ളത്. യെസ്, ടാബും നമുക്ക് ആ കൂട്ടത്തിൽ പറയാൻ പറ്റും. യെസ്, പാം ടോപ്പ് ഞാൻ കാണിക്കാം. പാം കേട്ടോ, കയ്യിൽ വെക്കാൻ പറ്റുന്ന പാം ടോപ്പ് കമ്പ്യൂട്ടേഴ്സ്. യെസ്, അതായത് നോക്കിയാൽ നിങ്ങളെ കണ്ടിട്ടുണ്ടോ നിങ്ങളെ ചെറുതായിട്ട് കമ്പ്യൂട്ടറിന്റെ. യെസ്, ഇത് കുറച്ച് പഴയ കാലത്തൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. നമ്മളെ ഇതൊക്കെയുള്ള എന്താ പറയാ ടച്ച് ഇത് മറ്റേ സ്റ്റിക്ക് ഉണ്ടാവില്ലേ, സ്റ്റൈലസ് സ്റ്റിക്കുകൾ. യെസ്, ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ആണ്. കണ്ടോ സ്റ്റൈലസ് സ്റ്റിക്ക് ഉണ്ടോ, ഇതാണ് പാം ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. യെസ്, ഇത് പിന്നെ ഈ മൊബൈൽ ഫോണിന്റെ തരംഗം വന്നപ്പോ പിന്നെ ഇതിന്റെ ഉപയോഗം ഇല്ലാതായി മാറി കേട്ടോ. യെസ്, പിന്നെ ഇത് ഉപയോഗിക്കാൻ ആവശ്യമില്ലാതായി മാറി. യെസ്, അപ്പൊ അതങ്ങനെ. ആദ്യത്തെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള പാം ടോപ്പ് 1989 അറ്റാരി പോർട്ട്ഫോളിയോ ആയിരുന്നു. എന്താണ് അറ്റാരി പോർട്ട്ഫോളിയോ ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ വന്നത്. അറ്റാരി പോർട്ട്ഫോളിയോ 1989 അറ്റാരി പോർട്ട്ഫോളിയോ ആയിരുന്നു ആദ്യത്തെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഉപകരണം എന്ന് വെച്ചു. മറ്റേ ആദ്യകാല മോഡൽ 1989 പോക്കറ്റ് PC, പോക്കറ്റിൽ വെക്കാൻ പറ്റുന്ന PC 91 ഹൗലറ്റ് പക്കാർഡ്. എന്താ സാധനം HP ആണ്, ഹൗലറ്റ് പക്കാർഡ് കേട്ടോ. 95 LX ഉണ്ടായിരുന്നു. MS DOSന് അനുയോജ്യമായ ഹാൻഡ് ഹെൽഡ് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് പോക്കറ്റ് PC, HP-യുടെ 95 LX ഇതൊക്കെ പാം ടോപ്പിന് ഉദാഹരണങ്ങളായിരുന്നു. ഇതൊക്കെ പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% സാധ്യതയുള്ളൂ. അതിന്റെ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇത് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഏതോ ഒരു ബുക്കിൽ ഉള്ളതാണ്. അഥവാ ചോദിച്ചാലോ എന്ന് വിചാരിച്ച് പെറുക്കി എടുത്തു കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പൊ പാം ടോപ്പിൽ വരുന്നതാണ് പോക്കറ്റ് PCയും ഹൗലറ്റ് പക്കാർഡ് 95 LX-ഉം എന്ന് നോട്ട് ചെയ്തു നോക്കാം. MS DOSന് അനുയോജ്യമായ വേറെ ചില ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ നിലവിലുണ്ടായിരുന്നു. ചില ഹാൻഡ് ഹെൽഡ് PCകൾ മൈക്രോസോഫ്റ്റിന്റെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും പ്രവർത്തിച്ചു കേട്ടോ. ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. പാം ടോപ്പ് എന്താണ് മൈക്രോ കമ്പ്യൂട്ടറിനെയും അത് ലാപ്ടോപ്പിന്റെയും ഫോണിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ് എന്ത് ഈ പാം ടോപ്പ് PCs എന്ന് പഠിച്ചു നോക്കാം. ആദ്യത്തെ ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഉപകരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റാരി പോർട്ട്ഫോളിയോ എന്നും പഠിച്ചു കേട്ടോ. അറ്റാരി പോർട്ട്ഫോളിയോ. പിന്നെ ഈ കമ്പ്യൂട്ടറിന്റെ പേരുകളെ ഒന്ന് എഴുതി വെക്കുക. ഇതുവരെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. യെസ്, ഞാൻ തന്നെ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സിൽ എടുക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സിൽ എന്റെ 5.5 വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. പക്ഷെ എടുക്കാൻ എത്രയും പഠിപ്പിച്ചിട്ട് അഥവാ ഇതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സങ്കടാവൂലേ? യെസ്, അപ്പൊ അതും പഠിച്ചു കേട്ടോ. പിന്നെ ഇവിടെ ചോദിച്ചൊരു ചോദ്യം ഉള്ളത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HP-യുടെ പൂർണ്ണരൂപം ചോദിച്ചിട്ടുണ്ട്. ഹൗലറ്റ് പക്കാർഡ്, അത് പഠിച്ചു കേട്ടോ. ഹൗലറ്റ് പക്കാർഡ് എന്നുള്ളതാണ് HP-യുടെ പൂർണ്ണരൂപം. യെസ്, അപ്പൊ ലാപ്ടോപ്പും പാം ടോപ്പും നമുക്ക് മൈക്രോ കമ്പ്യൂട്ടർ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി പഠിക്കാം. മെയിൻ ഫ്രെയിമും മിനി കമ്പ്യൂട്ടറും സെറ്റപ്പ് ആയി നമ്മൾ പഠിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, ആൻസേഴ്സ് പറയോ? ചോദിക്കട്ടെ. യെസ്, ഉത്തരം പറയൂലേ ഇതുവരെ പഠിച്ചതിനകത്തുനിന്ന്? ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറിന്റെ ടൈപ്പ് ഏതാ? ഏറ്റവും ചെറുത് മൈക്രോ കമ്പ്യൂട്ടർ ആണ് അല്ലെ. പേഴ്സണൽ കമ്പ്യൂട്ടർ ഏത് ടൈപ്പിൽ ഉൾപ്പെടുന്നു? പേഴ്സണൽ കമ്പ്യൂട്ടർ ഏത് ടൈപ്പിൽ ഉൾപ്പെടുന്നു?
മൈക്രോ കമ്പ്യൂട്ടർ ടൈപ്പിൽ ഉൾപ്പെടുത്തും അല്ലെ. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? ഹെൻറി എഡ്വേർഡ് റോബർട്ട് ആണ് അല്ലെ. ഇന്റൽ കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ മൈക്രോ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണൽ കമ്പ്യൂട്ടർ ക്ലാസ്മേറ്റ് ആണെന്ന് പഠിച്ചു നോക്കുക അല്ലെ. ഒരു ലാൻ കണക്ഷനിൽ സെർവർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് മൈക്രോ ആണോ മിനി ആണോ മെയിൻ ഫ്രെയിം ആണോ? യെസ്, ഏതാ? മിനി ആണ് അല്ലെ. മിനി. ബാങ്കുകളിലും റെയിൽവേ സ്റ്റേഷനിലും സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് കണക്ടിവിറ്റി ഉള്ളിടത്ത് ഉപയോഗിക്കുന്നത് ഏതാണ്? മെയിൻ ഫ്രെയിം ആണ്. മൈക്രോ ആണോ മിനി ആണോ മെയിൻ ഫ്രെയിം ആണോ ഏറ്റവും കപ്പാസിറ്റി കൂടിയ സ്പീഡ് കൂടിയത്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണ്. പക്ഷേ യെസ്, ദളപതി രാജാവ് വരുന്നു. സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് മൈക്രോയുടെയും മിനിയുടെയും മെയിൻ ഫ്രെയിമിന്റെ ഒക്കെ മുകളിൽ നിൽക്കുന്ന അതുക്കും മേലെ നിൽക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സിലേക്ക് പോകാം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ബാക്കിയുള്ള സമയത്ത് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സും റോബോട്ടിക്സുമാണ് പഠിക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട്. ലെറ്റ്സ് ഗോ. ആയിരക്കണക്കിന് പ്രോസസ്സറുകൾ ഉപയോഗിച്ച് സങ്കീർണമായ ജോലികൾ ചെയ്യുന്നതിനുള്ള അതിവേഗതയോടെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ആയിരക്കണക്കിന് പ്രോസസ്സറുകൾ ഉപയോഗിച്ച് സങ്കീർണമായ ജോലികൾ ചെയ്യുന്നതിന് അതിവേഗതയോടെ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ. സമാന്തരമായ ഒരുപാട് സിപിയുകൾ പ്രവർത്തിച്ചു. ഒരു സിപിയു ഉള്ള ഒരു തലച്ചോറേ ഉള്ളൂ അതിനകത്ത് അല്ല, ഒരുപാട് സിപിയുകൾ പ്രവർത്തിച്ചാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഓരോ സിപിയുസും ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഈ പറയുന്ന പോലെ പ്രോസസ്സേഴ്സും മെമ്മറിയും ഒക്കെ ഡിഫറെന്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന വലിയൊരു കമ്പ്യൂട്ടറാണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് കേട്ടോ. വലിപ്പത്തിലും അത് കൂടുതലാണ്. സൂപ്പർ കമ്പ്യൂട്ടർ ചെറിയതാണ്, വലിയ കാര്യങ്ങൾ ചെയ്യും, അങ്ങനെയല്ല, വലിപ്പവും കൂടുതലാണ് കേട്ടോ. അപ്പൊ സൂപ്പർ കമ്പ്യൂട്ടർ ഈസ് ആൻ എക്സെപ്ഷണലി പവർഫുൾ മെഷീൻ. ഓക്കെ. ഡിസൈൻ ഫോർ കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസ്, സങ്കീർണമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. സയന്റിഫിക് സിമുലേഷൻസ് അല്ലെ, ശാസ്ത്രീയമായ പല കണ്ടുപിടുത്തങ്ങളും കമ്പ്യൂട്ടറിൽ ഇരുന്ന് നോർമൽ കമ്പ്യൂട്ടറിൽ ഇരുന്ന് അല്ല കണ്ടുപിടിക്കുന്നത്, ഇതുപോലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. ഡാറ്റ ഇന്റൻസീവ് ടാസ്ക്, എക്സലിംഗ് സ്പീഡ്, പാരലൽ പ്രോസസിംഗ്, സോൾവിംഗ് ക്രിട്ടിക്കൽ ചലഞ്ചസ് അക്രോസ് ഡിസേർവ് ഫീൽഡ്സ്. ഓരോ ഫീൽഡിലുള്ള പുതിയ കാര്യങ്ങൾ, ക്രിട്ടിക്കലായ കാര്യങ്ങളെ, ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള സയന്റിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന പവർഫുൾ കമ്പ്യൂട്ടേഴ്സിനെയാണ് സൂപ്പർ കമ്പ്യൂട്ടർ. അതിന് എല്ലാവർക്കും അറിയാം അല്ലെ. വലുപ്പവും കൂടുതലാണ്. ചിലരുടെയെങ്കിലും മനസ്സിൽ ധാരണയുണ്ടാവും സൂപ്പർ കമ്പ്യൂട്ടർ വലിയ കാര്യങ്ങൾ ചെയ്യും പക്ഷെ ചെറുതാണ് എന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കൊള്ളുക. സൂപ്പർ കമ്പ്യൂട്ടർ വലുപ്പവും കൂടുതലാണ്, കപ്പാസിറ്റിയും സ്പീഡും ഒക്കെ കൂടുതലാണ് കേട്ടോ. യെസ്, ഇങ്ങനെയൊക്കെ കാണാം. സമ്മിറ്റ് അമേരിക്കയുടെയാണ്. യെസ്, ഇപ്പുറത്തെ ചിത്രത്തിൽ ഉണ്ടായിരുന്ന ഫ്രണ്ടിയർ ആണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വേഗത കയറിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് കേട്ടോ. യെസ്, അപ്പൊ അതാണ് സൂപ്പർ കമ്പ്യൂട്ടർ. ഈ സൂപ്പർ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മളെ തലങ്ങും വിലങ്ങും ഓരോ പോയിന്റ് പഠിക്കുകയാണ്. തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഉപയോഗിക്കുന്നു. വളരെ ശക്തിയേറിയ ഈ കമ്പ്യൂട്ടർ ചെലവേറിയതും കൂടിയാണ്. പിന്നെ എല്ലാം വളരെ സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ കമ്പ്യൂട്ടറിന് പകരം സൂപ്പർ കമ്പ്യൂട്ടർ ആക്കിക്കൂടെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചെലവേറിയതാണ് കേട്ടോ. എന്താണ് ചെലവേറിയതാണ് എന്ന് പഠിച്ചു വെക്കാം. സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടെത്തിയത് സൈമുർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ്? സൈമുർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ്? സൈമുർ ക്രേ കേട്ടോ. യെസ്, അപ്പൊ എന്തൊക്കെയാണ്? തന്മാത്രാ വിശകലനം, ബഹിരാകാശ ഗവേഷണം, അണുപരീക്ഷണം, കാലാവസ്ഥാ പ്രവചനം തുടങ്ങിയ ഒരുപാട് മേഖലകളിൽ സൂപ്പർ കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നു. കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈമുർ ക്രേ എന്ന് വിളിച്ചു. സൈമുർ ക്രേ ആരാ കണ്ടുപിടിച്ചേ? സൈമുർ ക്രേ ആണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന പല ബുക്കിലും പലതും കാണാം, പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചാൽ മതി. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആർ മെഷേർഡ് ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്, ഫ്ലോപ്സ്. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫ്ലോപ്സ് എന്ന് പഠിച്ചു പോകാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. അതില് മെഗാ ഫ്ലോപ്സ് ഉണ്ട്, ജിഗാ ഫ്ലോപ്സ് ഉണ്ട്, ടെറാ ഫ്ലോപ്സ് ഉണ്ട് കേട്ടോ. ഏറ്റവും വേഗതയില് ടെറാ ഫ്ലോപ്സ് ആണ്. അത് അതിന്റെ ഓർഡർ അനുസരിച്ചാണ് കേട്ടോ.
ഇനി ഏതോ ബുക്കില് ഇത് ഈ ജി ഫ്ലോപ്സ് എന്നുള്ളത് എന്തോ അവര് ഗൂഗിൾ ചെയ്തപ്പോ കണ്ടത് കൊണ്ട് ജിലോപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബുക്ക് ഞാൻ പറയുന്നില്ല. യെസ്, ജിലോപ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനെയൊന്നും യൂണിറ്റ് ഇല്ല. യെസ്, ഇത് എഫും എല്ലും കൂടെ അവർ ഒന്നിച്ചത് ഈ ജി ഫ്ലോപ്സ് എന്നുള്ള അവർ ജിലോപ്സ് എന്ന് വായിച്ചതാണ് കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഫ്ലോപ്സ് ആണ് മെഷർമെന്റ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ഫ്ലോപ്സ് കേട്ടോ. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് ഫ്ലോപ്സ് കിട്ടല്ലേ? ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ അത് പഠിച്ചു വെക്കാം. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? സൈമുർ ക്രേ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫ്ലോപ്സ്. ഓക്കെ, ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രണ്ടിയർ HP ആണ്. ഫ്രണ്ടിയർ അമേരിക്കയുടെയാണ്. HP അമേരിക്ക രാജ്യത്താണ്. യെസ്, HP ആണ് കണ്ടുപിടിച്ചത്. HP ആണ് ഡെവലപ്പ് ചെയ്തത്. ഫ്രണ്ടിയർ വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ, ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ കേട്ടോ. ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് യെസ് ഏതാണ്? യെസ്, അതെ ഫ്രണ്ടിയർ ആണ് എന്ന പോയിന്റ് പഠിച്ചു. രണ്ടാം സ്ഥാനം ജപ്പാന്റെ ഫുഗാക്കു. രണ്ടാം സ്ഥാനം ജപ്പാന്റെ ഫുഗാക്കു. മൂന്നാം സ്ഥാനം അമേരിക്കയുടെ തന്നെ സമ്മിറ്റ്. ഇതായിരുന്നു കുറെ കാലം വേഗതയേറിയത്. യെസ്, പിന്നീടാണ് ഫുഗാക്കു വന്നത്, പിന്നെയാണ് ഫ്രണ്ടിയർ വന്നത്. നാലാം സ്ഥാനം സെയ്റ, അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ് കേട്ടോ. യെസ്, അമേരിക്കയുടെ സൂപ്പർ കമ്പ്യൂട്ടറാണ്. പഠിക്കുന്നില്ലേ? യെസ്, അപ്പൊ ഫ്രണ്ടിയർ ഉണ്ട്, ഫുഗാക്കു ഉണ്ട്, സമ്മിറ്റ് ഉണ്ട്, സെയ്റ ഉണ്ട്. ഓക്കെ, യെസ്. അപ്പൊ സൂപ്പർ കമ്പ്യൂട്ടറുടെ പിതാവ് ആരാ? മാറിപ്പോകരുത്, സൈമുർ ക്രേ. പേഴ്സണൽ കമ്പ്യൂട്ടറുടെ പിതാവ് ആരാണ്? എഡ്വേർഡ് റോബർട്ട്. ഓക്കെ, അത് നമ്മൾ പഠിച്ചു. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗത അളക്കുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണ്, ഫ്ലോപ്സിലാണ്. യെസ്, വേഗതയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഇത്രയാക്കി തരംതിരിക്കാം. ഇനി കുറച്ച് ചരിത്രത്തിലേക്ക് പോകാം. സൂപ്പർ കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600 ആണ്. 1960 നിർമ്മിച്ചു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറോ പരം 8000 ആണ്. ഇത് നിർമ്മിച്ചത് ആരാണ്? സീഡാക് ആണ്. അവിടെ ഉണ്ട്. പരം 8000 ഡെവലപ്പ് ചെയ്തത് സീഡാക് ആണ് കേട്ടോ. സീഡാക് എന്ന് പറയുന്നത് യെസ്, സീഡാക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സോഫ്റ്റ്വെയർ കാര്യങ്ങളും ഈ പറയുന്ന IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കമ്പനിയാണ് അല്ലെ. യെസ്, ഓക്കെ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അല്ലെ. സീഡാക്കിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയിലാണ് ഇതിന്റെ ആസ്ഥാനം കേട്ടോ. പൂനെയിലാണ് ആസ്ഥാനം സീഡാക്കിന്റെ പൂർണ്ണരൂപം. യെസ്, എന്ത് ചെയ്യാം? സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് നോട്ട് ചെയ്ത് വെക്കാം, എഴുതിയെടുക്കാം പെട്ടെന്ന്. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. യെസ്, ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് ആസ്ഥാനം എവിടെയാണ്? പൂനെയിലാണ്. ഓക്കെ, യെസ്, പൂനെയിലാണ് ആസ്ഥാനം. അവരാണ് ഈ പരം 8000 നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് പി ബഡ്കർ. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആരാണ്? സൈമുർ ക്രേ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയ് പി ബഡ്കർ എന്ന് വിളിച്ചു. ഈ വിജയ് പി ബഡ്കർ ആവാനുള്ള കാരണം എന്താ അറിയോ? സീഡാക് ആണ് പരം 8000 കണ്ടുപിടിച്ചത്. ഈ സീഡാക്കിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു. സീഡാക്കിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ആര്? സീഡാക്കിന്റെ ആദ്യ ഡയറക്ടർ ആയിരുന്നു വിജയ് പി ബഡ്കർ കേട്ടോ. സീഡാക്കിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു വിജയ് പി ബഡ്കർ. ആ സമയത്താണ് ഈ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. സെറ്റാണോ? യെസ്. അപ്പോ ഇന്ന് ലോകത്ത് കാണുന്ന ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, അത് ഫ്രണ്ടിയർ ആണ്. യെസ്, ലോകത്തിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CDC 6600 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരം 8000 ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് പി ബഡ്കർ ആണ് എന്ന് വിളിച്ചു.
ISRO 2011 വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടർ ആണ് സാഗ 220. എന്താണ്? ISRO 2011 വികസിപ്പിച്ചെടുത്ത സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഗ 220 എന്ന് വിളിച്ചു. സാഗ 220 കേട്ടോ. ISRO 2011 വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ്? സാഗ 220 എന്ന് വിളിച്ചു. സാഗ 220. യെസ്. അപ്പോ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്? സൈമുർ ഗ്രേ. ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ ആരാണ്? വിജയ് പി ബഡ്കർ. യെസ്. നീ കാണാതിരിക്കണ്ട, കണ്ടുപിടിച്ചോളൂ. എന്താ കാര്യല്ലേ, ഇവരെ നമ്മൾ പിന്നെ അപ്പുറത്തുനിന്ന് കാണുന്നൊന്നുമില്ലല്ലോ. സൈമുർ ഗ്രേയും യെസ്. ഇന്ത്യയിലെ ഏറ്റവും വലുതാണോ വേഗതയേറിയതാണോ? യെസ്. വലിപ്പം എന്നുള്ളത് സൂപ്പർ കമ്പ്യൂട്ടറിനെ ഒരു മാനദണ്ഡമല്ല. വേഗതയേറിയത് അപ്പുറത്ത് വരുന്നുണ്ട് കേട്ടോ. ചോദ്യകർത്താവിനോടെയും അപ്പുറത്ത് വരുന്നുണ്ടേ. അപ്പൊ ഫാദർ ഓഫ് സൂപ്പർ കമ്പ്യൂട്ടർ സൈമുർ ഗ്രേ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് പി ബഡ്കർ എന്ന് പഠിച്ചു. ഇനി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഫ്രണ്ടിയർ എന്ന് നമ്മൾ പഠിച്ചു. ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് ചില ഉദാഹരണങ്ങളാണ് ക്രേ YMP, ക്രേ 2, NEC SX3, ക്രേ XMP ആൻഡ് പരം. പരം എന്ന് പറയുന്നതിന്റെ അർത്ഥം, പരം കുറെ സീരീസ് ഉണ്ട്. ഓക്കെ, പരം പാരലൽ മെഷീൻ എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. പാരലൽ മെഷീൻ എന്നുള്ളതാണ് ഈ പറയുന്ന പരം കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നു ഏത്? പരം 8000. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐരാവത്. രണ്ടാം സ്ഥാനം പരം സിദ്ധി AI. രണ്ടാം സ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരം സിദ്ധി AI എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പരം സിദ്ധി AI എന്ന് പഠിച്ചു. AI. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഐരാവത്. ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പരം സിദ്ധി AI എന്നും നോട്ട് ചെയ്ത് കേട്ടോ. ഇന്ത്യയിലെ മറ്റു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. അതൊന്നും അല്ലാത്ത ഒന്നും ഇനിയും ഉണ്ടാവുമല്ലോ. ഉണ്ടല്ലോ ഏക. ഇത് അപ്പുറത്തുണ്ടോ? നമുക്ക് ഒന്ന് എഴുതിയെടുക്കാം. ഇന്ത്യയിലെ മറ്റു സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏക എന്ന് പറയുന്ന സീരീസ് ഉണ്ട്, പത്മ എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ഇതൊക്കെ കുറച്ച് പഴയതാണ്. ബ്ലൂജീൻ എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ക്യാബ്രു കേട്ടോ. ക്യാബ്രു, ബ്ലൂജീൻ, പത്മ, ഏക ഇതൊക്കെ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ മറ്റു സീരീസുകളാണ് കേട്ടോ. യെസ്. പരംസിദ്ധി AIക്ക് മുമ്പ് ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് പ്രത്യുഷ് ആയിരുന്നു. പ്രത്യുഷ്. അപ്പൊ ഏറ്റവും വേഗതയേറിയ ഇപ്പൊ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐരാവത്. രണ്ടാം സ്ഥാനം പരംസിദ്ധി AI, മൂന്നാം സ്ഥാനം പ്രത്യുഷ്. ശ്രീലക്ഷ്മി ഓക്കെ അല്ലേ? കേട്ടല്ലേ? യെസ്. അപ്പൊ ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് അതങ്ങനെ സെറ്റാക്കി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ISRO വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് സാഗ 220 എന്ന് പഠിച്ചു കേട്ടോ. ISRO വികസിപ്പിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ഏതായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ സാഗ 220 എന്ന് പഠിച്ചേക്കാം. അപ്പൊ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയത് ഏതാണ്? ഫ്രണ്ടിയർ. രണ്ടാം സ്ഥാനം ഫുഗാക്കു. മൂന്നാം സ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മിറ്റ് കേട്ടോ. പിന്നെ സേത. ഇന്ത്യയിലെ ഐരാവത്, പരംസിദ്ധി AI, പ്രത്യുഷ്. ഒന്നാം സ്ഥാനം എന്തായാലും പഠിക്കുക, ബാക്കി പഠിച്ചാൽ നല്ലത്. യെസ്. പിന്നെ നമ്മൾ പഠിക്കുമ്പോ ഇതിന്റെ മാക്സിമം ആണ് പഠിച്ചു പോകുന്നത്. LDC പരീക്ഷയ്ക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കൂലല്ലോ എന്ന് പറഞ്ഞ് ചിലരൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയൊന്നും ഇല്ല ഹേ. യെസ്. LDC ഡയറക്റ്റ് പരീക്ഷയാണ്. ഒറ്റയടിക്ക് പിന്നെ എന്താണ് പറയാ, തിരുവനന്തപുരത്ത് ഇപ്പൊ എത്ര പേര് പരീക്ഷയുണ്ട്? 1,70,000. അത്രയും ആളുകളിൽ നിന്ന് എന്താണ് വളരെ ചുരുക്കം ആളുകളിലേക്ക് ചുരുങ്ങുമ്പോ ചോദ്യങ്ങൾ വളരെ ടൈറ്റ് ആവാനുള്ള സാധ്യതയാണ് അല്ലെ? യെസ്. ഓക്കെ. ചോദ്യങ്ങൾ വളരെ ടൈറ്റ് ആവാനുള്ള സാധ്യതയാണ്. യെസ്. അപ്പൊ എന്തായാലും പഠിക്കണം. LDCക്കും ഡീറ്റെയിൽ ആയിട്ട്. ടൈപ്പിസ്റ്റുകാർക്ക് പറയണ്ടല്ലോ, 10-12 ചോദ്യങ്ങൾ ഹാർഡ്വെയറിനകത്ത് നിന്നുണ്ടാവും. അപ്പോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 സീഡാക്ക് 1991 പുറത്തിറക്കിയത്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ഡോക്ടർ വിജയ് പി ബഡ്കർ ആണ്. യെസ്. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. യെസ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സീഡാക്ക്.
1988 സ്ഥാപിതമായ സീഡാക്കിന്റെ ആസ്ഥാനം പൂനെയിലാണ്. അതും നമ്മൾ പറഞ്ഞു. സീഡാക്കിന്റെ ആസ്ഥാനം എവിടെയാണ്? പൂനെയിലാണ്. സെറ്റ്. ഇതിലിപ്പോ എന്താ പഠിക്കാത്തുള്ളത്? 88-ലാണ് സീഡാക്ക് സ്ഥാപിതമായത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. 91-ലാണ് പരം 8000 ഇറങ്ങിയത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ല. 2 വർഷങ്ങൾ വേണമെങ്കിൽ ഈ പേജിൽ നിന്ന് കിട്ടും, ബാക്കി ഈ പേജിൽ ഒന്നുമില്ല. സെറ്റ് അല്ലേ? 2015-ൽ കേന്ദ്ര സർക്കാർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകി. നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ എന്നാണ് സ്ഥാപിതമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2015-ലാണ് എന്ന് പഠിച്ചു. 2015-ൽ കേന്ദ്ര സർക്കാർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നീ സ്ഥാപനങ്ങളാണ് സീഡാക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കൂടെ ചേർന്നിട്ടാണ് ഈ മിഷന് രൂപം നൽകിയത് കേട്ടോ. 2015-ൽ കേന്ദ്ര സർക്കാർ, ആരാണെങ്കിലും പിന്നെ വിളിക്കൂ, കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വിളിക്കരുതേ കേട്ടോ. അപ്പൊ 2015-ൽ കേന്ദ്ര സർക്കാർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകി. സീഡാക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കൂടെ ചേർന്നിട്ടാണ് ഈ മിഷന് രൂപം നൽകിയത്. 2023 മെയിൽ പൂനെയിലെ സീഡാക്കിലാണ് ഐരാവത് ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറെ കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും 2 കോഴ്സിലെയാണ് മെറ്റീരിയൽ എടുത്തപ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് പോയിന്റ് ഇതിനകത്തുണ്ട്. വേഗതയിൽ ലോകത്തെ 75-ാം സ്ഥാനത്തുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഐരാവത്. ആസാദി കി അമൃത് മഹോത്സവ് ഇല്ല, അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ഐരാവത് ലോഞ്ച് ചെയ്യുന്നത്. ലോകത്ത് തന്നെ സ്ഥാനം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75-ാം സ്ഥാനത്താണ് എന്ന പോയിന്റും എന്ത് ചെയ്യാം, പഠിച്ച് കേട്ടോ. യെസ്, അപ്പം ആ പോയിന്റും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല ഇതിനകത്തൊന്നും കൂട്ടിച്ച്. 2015-ല് കേന്ദ്ര സർക്കാർ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകി. സീഡാക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കൂടെ ചേർന്നിട്ടാണ് ആ പരിപാടി. പിന്നെ സീഡാക്ക് പൂനെയിലാണ് നിർമ്മിച്ചത്. 75-ാം സ്ഥാനമുണ്ട് ഐരാവതിനെ ലോകത്ത്. അതും പഠിച്ച് ഓക്കെ അല്ലേ? യെസ്, കമ്പ്യൂട്ടറിനോട് ഒരു ഇഷ്ടത്തോടു കൂടി പഠിക്കുക കേട്ടോ. കമ്പ്യൂട്ടർ എന്റെ ദൈവമേ ഇതിനകത്തുള്ള മാർക്ക് മാത്രം എനിക്ക് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എത്ര പഠിച്ചാലും കിട്ടുന്നില്ലല്ലോ എന്നുള്ളവരുണ്ടാകും. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു, എനിക്ക് റാമും റോമും എന്താന്ന് പോലും അറിയില്ലായിരുന്നു. യെസ്, ജോലി കിട്ടിയ ഒരു കുട്ടി മെസ്സേജ് അയക്കുകയാണേ. യെസ്, അപ്പൊ അത് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് കമ്പ്യൂട്ടറിന്റെ ക്ലാസ്സുകൾ പോകുന്നത്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. ഏത് 7510116655 മെസ്സേജ് അയച്ചാൽ മതി. ജനറൽ LDC ഒക്കെ ഉള്ള LDCക്ക് ഒക്കെ ആവശ്യമുള്ള കമ്പ്യൂട്ടർ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ആളുകൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. ടൈപ്പ് ചെയ്താൽ മെസ്സേജ് അയക്കണമെന്നില്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കാര്യങ്ങളെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞേ? അപ്പൊ എന്താണ്, ഒന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഹാർഡ്വെയറുകൾ, റാമും റോമും കമ്പ്യൂട്ടറിന്റെ പിന്നെ ഡിവൈസസും പിന്നെ മെമ്മറിയും സോഫ്റ്റ്വെയറും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ പഠിക്കും. ഇഷ്ടത്തോടു കൂടി പഠിക്കുക, എന്നും കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗം ഒക്കെ ആണെങ്കിൽ 5ാം തലമുറയിലാണ് ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് വന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത സൂപ്പർ കമ്പ്യൂട്ടർ 5ാം തലമുറയിലാണ്. അവിടെ തന്നെ വരുന്ന മറ്റൊരു ടെക്നോളജിയാണ് റോബോട്ടിക്സ് കേട്ടോ. റോബോട്ടിക്സ്. അപ്പൊ റോബോട്ടുകളുടെ ഡിസൈൻ, പ്രവർത്തനം, നിർമ്മാണം തുടങ്ങിയവയെല്ലാം കുറിച്ചുള്ള പഠനമാണ് റോബോട്ടിക്സ്. 5ാം തലമുറയിലാണ്. റോബോട്ടിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോസഫ് എങ്കിൾബർഗർ. മൗസ് കണ്ടുപിടിച്ചായിരുന്നു ഡഗ്ലസ് എങ്കിൾബർട്ട്. നമ്മൾ പഠിക്കും. പക്ഷെ ഏകദേശം ചേട്ടനോ അനിയനോ കുഞ്ഞാമാന്റെ മോനാണോ എന്ന് അറിഞ്ഞൂടാ. ജോസഫ് എങ്കിൾബർഗർ ആണ് റോബോട്ടിക്സിന്റെ പിതാവായിട്ട് ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് എങ്കിൾബർഗർ. ഇന്ത്യൻ റോബോട്ടിക്സിന്റെ പിതാവ് രാജ് റെഡ്ഡി. ഇങ്ങനെ നമ്മൾ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ. യെസ്, ആദ്യമായിട്ട് നമ്മുടെ ട്യൂറിംഗ് അവാർഡ് കിട്ടിയ ഇന്ത്യനാണ് രാജ് റെഡ്ഡി. അദ്ദേഹമാണ് ഇന്ത്യൻ റോബോട്ടിക്സിന്റെ പിതാവ്. ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിമെറ്റ് എന്ന് പിടിച്ചു വെക്കാം. ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് ഏതാണ്? യൂണിമെറ്റ്. ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് യൂണിമെറ്റ് ആണ്. ഇന്ത്യൻ റോബോട്ടിക്സിന്റെ പിതാവ് രാജറെഡ്ഡിയാണ്. യെസ്, റോബോട്ടിക്സിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോസഫ് എങ്കിൾബർഗർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ റോബോട്ടുകളുടെ ഡിസൈനിങ്, പ്രവർത്തനം, ഇതൊക്കെ കൂടെ ചേർന്നാണ് റോബോട്ടിക്സ് എന്ന് പറയുന്നത് അല്ലെ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ കണ്ടവരല്ലേ നിങ്ങൾ?
യെസ്. ഇനി മാൻഹോളുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കുന്നതിന് കേരളത്തിൽ നിന്ന് ജെൻ റോബോട്ടിക് ഡെവലപ്പ് ചെയ്ത റോബോട്ടിന്റെ പേരാണ് ബാൻഡിക്യൂട്ട്. റോബോട്ടുകളുടെ പേരുകൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യെസ്, ഈ ലോകത്ത് എത്ര ആളുകൾ പിന്നെ എന്താ പറയാ പിന്നെ എത്ര കാർ ഉണ്ട് എന്ന് പഠിക്കുന്നതിന് തുല്യമാണ്. അത്രത്തോളം റോബോട്ടുകൾ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ തൽക്കാലം ഈ ഒരു പേജും കൂടി റോബോട്ട് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ റോബോട്ടിക്സിൽ കുറച്ച് കറണ്ട് അഫെയർ ഉണ്ടാവും. അത് നമ്മളുടെ ക്ലാസിന്റെ ഒക്കെ അവസാന ഭാഗത്ത്, കോഴ്സിന്റെ ഒക്കെ അവസാന ഭാഗത്തായിട്ട് കുറച്ച് CA in IT നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ കവർ ചെയ്യും കേട്ടോ. ഇത് ഇന്ത്യ ഡെവലപ്പ് ചെയ്തതായതുകൊണ്ട്, കേരളത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതായതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ PSC ചോദിച്ചൊരു ചോദ്യമാണ്, റോബോട്ടിക്സിന് ആദ്യമായി പൗരത്വം കൊടുത്ത രാജ്യം സൗദി അറേബ്യ. സോഫിയ എന്നുള്ളതായിരുന്നു റോബോട്ടിന്റെ പേര്. റോബോട്ടിന് ആദ്യമായി പൗരത്വം കൊടുത്തത് ആരാണ്? സൗദി അറേബ്യ ആണ്. റോബോട്ടിന്റെ പേരെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഫിയ എന്ന് വിളിച്ചു. സോഫിയ. ഹിന്ദി സംസാരിക്കുന്ന റോബോട്ട്, ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് രശ്മി. യെസ് കേട്ടോ. അപ്പോ മാൻഹോളുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കുന്നതിന് കേരളത്തിൽ നിന്ന് ജെൻ റോബോട്ടിക്സ് ഡെവലപ്പ് ചെയ്ത റോബോട്ടാണ് ബാൻഡിക്യൂട്ട്. ഓക്കെ. യെസ്. ആദ്യമായി റോബോട്ടിന് പൗരത്വം കൊടുത്ത രാജ്യം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗദി അറേബ്യ എന്ന് പഠിച്ചു വെക്കാം. സോഫിയ എന്ന റോബോട്ടിനെ ഹിന്ദി സംസാരിക്കുന്ന ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ടാണ് ഇത് രശ്മി. ക്ലാസ്സിലാണ് ഉണ്ടോ? യെസ്, രശ്മി കേട്ടോ. യെസ്. അപ്പൊ അതും പഠിച്ചു. സോഫിയ PSC ചോദിച്ചാണ് കേട്ടോ. സോഫിയ PSC ചോദിച്ചാണ്. അപ്പൊ റോബോട്ടിക്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ CA കുറച്ച് റോബോട്ടും കൂടിയും പിന്നീട് എടുക്കും കേട്ടോ. അപ്പൊ സൂപ്പർ കമ്പ്യൂട്ടർ നമ്മൾ വിശദമായി പഠിച്ചു, റോബോട്ടിക്സും പഠിച്ചു. ഇത് രണ്ടും 5ാം തലമുറയിൽ വരുന്ന പ്രധാനപ്പെട്ട ടെക്നോളജീസ് ആണ് എന്ന് മനസ്സിലാക്കി. ഓക്കെ, സെറ്റാണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറയാനുണ്ട്. യെസ്, എന്തൊക്കെയാ പഠിച്ചത്? ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ്, അബാക്കസ്, ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ, പിന്നെന്താണ് അങ്ങനെയുള്ള, പിന്നെ കമ്പ്യൂട്ടറിലേക്ക് എത്തിയ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഹിസ്റ്ററി ഒരു ടോപ്പിക് കൂടി ഉണ്ട്, അതും കൂടെ കഴിയുമ്പോൾ ഹിസ്റ്ററി നമ്മൾ പൂർണ്ണമാവുള്ളൂ. പിന്നെ നമ്മൾ ജനറേഷൻസ്, ഓരോ ജനറേഷൻസിലും എന്തൊക്കെയാണ് വന്നത്, എന്ത് ടെക്നോളജിയാണ്, ഏത് ലാംഗ്വേജ് ആണ്, കമ്പ്യൂട്ടേഴ്സ് ഏതാണ്, ആരാ കണ്ടുപിടിച്ചത്, എന്താണ്, ഇങ്ങനെയാണ്. അതിനുശേഷം വലിപ്പത്തിന്റെയും കപ്പാസിറ്റിയുടെയും സൈസിന്റെ അടിസ്ഥാനത്തില് മിനി, മെയിൻ ഫ്രെയിം, സൂപ്പർ കമ്പ്യൂട്ടർ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അതിലുള്ള കാര്യങ്ങളും പഠിച്ചു. ഇതിന്റെയൊക്കെ ഇടയില് കുറെ അച്ഛന്മാരെയും പിതൃത്വത്തെയും കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, യെസ്, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? സെറ്റാണോ? ലാസ്റ്റ് സ്ലൈഡ് ഇതല്ലേ, ബാൻഡിക്യൂട്ട്, സോഫിയ. ഇനി നമുക്ക് ഹിസ്റ്ററി, നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഹിസ്റ്ററി SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചാർട്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ടും കൂടി ആയി കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ചെയ്തു. നാളെയാണ് ശരിക്കും നമ്മളെ സിലബസിൽ PSC പറഞ്ഞിലേക്ക് പോകുന്നത്. അപ്പൊ ഇതൊന്നും സിലബസിൽ ഇല്ലേ? യെസ്, ഇതൊന്നും സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ അപ്പുറത്തുള്ളതാണ്. പഠിച്ചിരിക്കേണ്ട ടോപ്പിക് തന്നെയാണ് കേട്ടോ. നാളെ നമ്മൾ ഹാർഡ്വെയർ എന്താണ്, മദർ ബോർഡ് എന്താണ്, നമ്മളെ ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നാളെ നമ്മളെ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. യെസ്, അപ്പോ കമ്പ്യൂട്ടർ ചരിത്രത്തിലെ പ്രധാന നാഴിക കല്ലുകൾ എന്ന് പറഞ്ഞിട്ട് SCERT 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. 1837 വർഷങ്ങളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് പഠിച്ചാൽ മതി നിങ്ങൾ കേട്ടോ. SCERT-ലുള്ള ഈ വർഷം പഠിച്ചാൽ മതി. അനലിറ്റിക്കൽ എഞ്ചിൻ കണ്ടുപിടിച്ചു. അനലിറ്റിക്കൽ എഞ്ചിൻ ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ. നമ്മൾ പഠിച്ചത് കൊണ്ടാവും, റിവിഷനും ആവും. ഓക്കെ, യെസ്. അപ്പൊ കമ്പ്യൂട്ടർ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്. യെസ്, കമ്പ്യൂട്ടർ ചരിത്രത്തിലെ പ്രധാന നാഴികക്കല്ലുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. 1837 അനലിറ്റിക്കൽ എഞ്ചിൻ ആണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ആയിട്ട് കണക്കാക്കപ്പെട്ടു. 1946 ENIAC കണ്ടുപിടിച്ചു. ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എന്ന PSC കൊടുത്തിരിക്കുന്ന, നമുക്ക് ഗൂഗിൾ സെർച്ചിൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് കാണാൻ സാധിക്കുന്ന ENIAC ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ്. ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ENIAC. 1952 IBM 701 എന്ന് പറയുന്ന ആദ്യത്തെ വാണിജ്യ സയന്റിഫിക് കമ്പ്യൂട്ടർ ആയിട്ട് കണ്ടെത്തിയത്. വാണിജ്യ കമ്പ്യൂട്ടർ, കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ കേട്ടോ.
യൂണിവാക് ആണ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യത്തെ വാണിജ്യ കമ്പ്യൂട്ടർ SCRT പ്രകാരം എന്താണ്? IBM 701 ആണ്. 1970 ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ശ്രദ്ധിച്ചു പഠിക്കണേ, കെൻബാക്ക് 1 ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ വന്നു. ഓക്കെ, ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? കെൻബാക്ക് 1. ഇനി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിൾ ആണ് ഇറക്കിയത്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഉള്ള ഓക്കെ കമ്പ്യൂട്ടറുമായിട്ട് ക്ലിക്കിങ്ങും ഡ്രാഗിങ്ങോട് കൂടി ഗ്രാഫിക്സ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ലിസ, ആപ്പിൾ കമ്പനി ഇറക്കിയ ലിസ 1983 ഇറങ്ങിയത്. ഓക്കെ, ഇനി അതിപ്രശസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വിൻഡോസ് ഇറങ്ങിയത് 1985 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. 1985 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറങ്ങുന്നത്. GNU Linux ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. GNU Linux 1992 ഇറങ്ങുന്നത്. യെസ്, ഈ ചാർട്ട് ഗ്രൂപ്പിൽ ഇടുവന്നു. ഈ ചാർട്ടായിട്ട് എന്തിനായിരുന്നത്? ഈ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തൂടെ? ടോട്ടൽ യെസ്, ക്ലാസ് കഴിഞ്ഞ് 1.5 മണിക്കൂറിന് ശേഷം PDF ഡൗൺലോഡ് ചെയ്തൂടെ? ഏട്ടാ യെസ്, അപ്പോ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് GNU Linux ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 1992 വന്നത്. ഇത് മാത്രമായിട്ട് ഇടാം കേട്ടോ. യെസ്, ഇനി ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിനായ ഗൂഗിൾ കണ്ടുപിടിച്ചത് 1998 നാഴികക്കല്ലുകളാണ്, കണ്ടുപിടുത്തത്തിന്റെ നാഴികക്കല്ലുകൾ ആസ് പെർ SCRT. മൊബൈൽ ഫോൺ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ആദ്യത്തെ മൊബൈൽ ഫോൺ എറിക്സൺ R380 കണ്ടുപിടിച്ചത് 2000 യെസ്, ഗൂഗിൾ പുറത്തിറങ്ങിയ ലോകത്തെ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡ് കണ്ടുപിടിച്ചത് 2008 ഓക്കെ യെസ്, 2008 എന്നാ പിന്നെ ഇത് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, എല്ലാ ഗ്രൂപ്പിലും ഇട്ടേക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, അഡീഷണൽ ഉള്ളതാണിത്. ഓക്കെ യെസ്, നമ്മൾ അവിടെ എടുത്തിട്ടുണ്ടാവേണ്ടതാണല്ലോ. ഇനി പഠനാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മദർ ബോർഡാണ്, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ ആണ് ഏത്? റാസ്ബെറി പൈ എന്ന് പറയുന്നത്. എന്താണ് റാസ്ബെറി പൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയോ? റാസ്ബെറി പൈ എന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പ്യൂട്ടർ ആണ്, ഹാൻഡ് ഹെൽഡ് കമ്പ്യൂട്ടർ ആണ്, കൈവെള്ളയിൽ ഒതുങ്ങുന്ന, അതായത് ഇത്രയേ ഉള്ളൂ വലിപ്പം. ഓക്കെ യെസ്, കൈവെള്ളയിൽ ഒതുങ്ങുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് റാസ്ബെറി പൈ എന്ന് പറയുന്നത്. വളരെ ചെറിയ കമ്പ്യൂട്ടർ ആണ്, ഇത്രയും വലിപ്പമേ ഉള്ളൂ റാസ്ബെറി പൈ എന്ന് പറയുന്നത്. കൈവെള്ളയിൽ ഒതുങ്ങും, അതാണ് റാസ്ബെറി പൈ എന്ന് പറയുന്നത് കേട്ടോ. യെസ് ഓക്കെ, റാസ്ബെറി പൈ എന്ന് പറയുന്നത് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ മദർ ബോർഡാണ്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ആൻഡ്രോയിഡും ലിനക്സും വിൻഡോസും ഒക്കെ പിന്നീട് ക്ലാസ്സുകളിൽ ഉള്ളതാണ്. എങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നാഴികക്കല്ലുകൾ ഒന്ന് നോക്കിപ്പോകാം. ഓക്കെ യെസ്, ഓക്കെ ആണോ? അപ്പോ നമ്മുടെ എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള നമ്പർ 7510116655 എന്നുള്ളതാണ്. നമ്മുടെ പച്ചവെള്ളത്തിന്റെ എല്ലാ കോഴ്സുകളിലേക്കും നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോ ഈ ചാർട്ട് ഓക്കെ അല്ലേ? അനലിറ്റിക്കൽ എഞ്ചിൻ, ENIAC, IBM ഇതെല്ലാം സെറ്റ് ആണ്. യെസ്, അപ്പോ നമ്മൾ എടുത്ത ടോപ്പിക്, ഇതുവരെ കമ്പ്യൂട്ടറിൽ എടുത്ത ടോപ്പിക്കും ഓക്കെ അല്ലേ? നമ്മൾ ആദ്യം ഹിസ്റ്ററി എടുത്തു, പിന്നെ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ എടുത്തു, പിന്നെ നമ്മൾ ഇന്ന് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ എടുത്തു. അതിൽ സൂപ്പർ കമ്പ്യൂട്ടർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ഈ ചാർട്ടും പഠിച്ചു. ഓക്കെ, അപ്പൊ 3 ക്ലാസ് ആണ് കമ്പ്യൂട്ടറിൽ ഇതുവരെ കഴിഞ്ഞത്, ഫണ്ടമെന്റൽ കമ്പ്യൂട്ടറിൽ ഇതുവരെ കഴിഞ്ഞത്. നാളെ നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകും. ഓക്കെ യെസ്, അപ്പോ അടുത്ത ദിവസം മുതൽ ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോ കുറച്ചധികം സമയം, ടോപ്പിക് തീരുന്നതിനനുസരിച്ചായിരിക്കും ക്ലാസ്. അപ്പൊ കുറച്ചും കൂടി അപ്പുറത്തേക്കും കൂടി ബുധനാഴ്ച ദിവസം പറ്റൂല അല്ലെ? ബുധനാഴ്ച ദിവസം മാത്സിന്റെ ക്ലാസ് ഉണ്ട്. ഓക്കെ, ബുധനാഴ്ച ദിവസം ഉണ്ടാവില്ല. തിങ്കൾ ചൊവ്വ കുറച്ച് അഡീഷണൽ സമയം കൂടി കാണാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പൊ ഇതുവരെ ഓക്കെ അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ യെസ്, നന്നായിട്ട് പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഈ ടൈപ്പിസ്റ്റിന്റെ ബാച്ചുകാർക്ക് വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് നമുക്ക് എക്സലിന്റെ ക്ലാസ്സുകൾ വരുന്നത് കേട്ടോ. ഓക്കെ യെസ്, അപ്പോ അത് കൃത്യമായിട്ട് ഗ്രൂപ്പ് നോക്കിയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ബാച്ച് 3കാർക്ക് യെസ് കുറച്ച് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്, അത് നമ്മളെ സിസ്റ്റമാറ്റിക് ആയിട്ട് അപ്ലോഡ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കും കേട്ടോ. ബാച്ച് 3 ടൈപ്പിസ്റ്റ് ബാച്ച് 3യിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിലും ഈ നമ്പറിൽ മെസ്സേജ് അയക്കണേ. നിങ്ങൾ ഏത് ബാച്ചിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്പെഷ്യൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറല്ലേ? ഉഷാറായിട്ട് പഠിക്കുന്നില്ലേ? യെസ്, പഠിക്കേട്ടോ. അപ്പോ താങ്ക് യു സോ മച്ച്. ബൈ.
വാട്ടർ അതോറിറ്റി സിലബസ് ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സിലബസ് വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോ സിലബസ് കൈ ജനറൽ സിലബസ് ആണ്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ടൈപ്പ് റൈറ്റർ, ഇംഗ്ലീഷ്, മലയാളം, GK, കറണ്ട് അഫയേഴ്സ്. 75-80 മാർക്കിന് അതാണുള്ളത്. 70-75 മാർക്കിന് അതാണുള്ളത്. ആ സിലബസ് നമ്മളെ ഒരു ജൂൺ ആകുമ്പോഴത്തേക്കും കവർ ചെയ്യും. പിന്നെ ജൂലൈയിലൊക്കെ പിന്നെ ജൂലൈയിലും ഉണ്ടാവില്ല, ഓഗസ്റ്റും ഇല്ല. ഓഗസ്റ്റ് മിക്കവാറും ഉണ്ടാവില്ല, സെപ്റ്റംബറിലൊക്കെ ഉണ്ടാവുള്ള ഒരു 3 മാസ ഗ്യാപ്പിൽ സ്പെഷ്യൽ ടോപ്പിക്സ് എടുക്കും കേട്ടോ. ഓക്കെ, എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. സിലബസ് വരാതെ നമ്മൾ മാത്സ് പഠിച്ചിട്ട് ഇനി സിലബസിൽ മാത്സ് ഇല്ലെങ്കിൽ വെറുതെ ആവില്ലേ? അതുകൊണ്ട് സിലബസ് വന്നിട്ടേ നമ്മൾ മാത്സ് ഒക്കെ എടുക്കുള്ളൂ. സ്പെഷ്യൽ ടോപ്പിക്സ് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ സിലബസ് വന്നിട്ടേ നമുക്ക് അറിയുള്ളൂ. അതുവരെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും വേർഡ്, എക്സൽ, പവർ പോയിന്റും, ടൈപ്പ് റൈറ്ററും, പിന്നെ ഫണ്ടമെന്റൽസും, ഇംഗ്ലീഷും, മലയാളവും, GK ഒക്കെ എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ പഠിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അതിനുശേഷം സെറ്റാക്കാം. അപ്പോ എല്ലാവർക്കും നന്ദികൾ, നമസ്കാരം, താങ്ക് യു, ബൈ ബൈ.